ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ലാസ്റ്റ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ നവീൻ കൂടി അവൻ്റെ ഷർട്ടൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്ടോബർ 1 ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടി ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാ കൊല്ലവും നമ്മൾ കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ഞാൻ നല്ലോണം മെല്ലെ സംസാരിക്കുന്നത്, അത് ഓനിവിടെ ഉണ്ട്, അപ്പോൾ ഓൻ കേട്ടാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ കൊല്ലവും കേക്ക് കട്ട് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഓനോട് വെച്ച് പോകാൻ പറഞ്ഞ് കേക്ക് കട്ടിങ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഫുഡ് മാത്രം ആക്കാം, നമുക്ക് എല്ലാവരും കൂടി നമ്മൾ 4 ആളല്ലേ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഏട്ടന് വരാൻ പറ്റില്ല, ദീപോട്ടിന് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓൻ അറിയാണ്ട് ഓൻ്റെ ഒരു 4-5 ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച്, പിന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട്, എൻ്റെ മേമേനെയും മേമേൻ്റെ മോനെയും ഒക്കെ വിളിച്ചിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും വന്നിട്ടില്ല, അവരേക്ക് ഇപ്പം വരും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഓനോട് ഞാൻ പറഞ്ഞത്, അതുപോലെ സംശയം തോന്നണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു നമുക്കൊരു ഷോർട്സ് എടുക്കണം, ഫുഡ് എല്ലാവരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുന്നത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ക്ലാസ്സും കഴിഞ്ഞ് വന്ന് പുറത്തേക്കൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ ഫ്രഷായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ റൂമിലേക്ക് വരാൻ വിചാരിച്ച് ഇപ്പോൾ ഇൻട്രോ എടുത്ത് വെക്കാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൊണ്ട് ഫ്രണ്ട്സും മേമയും ഒക്കെ വരും. മേമ വരുമ്പോഴാണ് കേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഓൻ്റെ ബർത്ത്ഡേ വിശേഷമാണ്. ബാക്കി നമുക്ക് വഴിയേ കാണാം. അങ്ങനെ ഫസ്റ്റ് തന്നെ മേമയും ചന്തുവാന്ന് എത്തിയത്. അവരെ കേക്കെല്ലാം കൊണ്ട് വന്ന് നവി നല്ലോണം സർപ്രൈസ് ആയിന്. ഓൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ അവനോട് താഴത്തെ ഫാൻ എന്തോ ഓണാവുന്നില്ല, ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ റൂമിലേക്ക് പോയപ്പോഴാണ് അവർ ചാടി മുന്നിലേക്ക് വീണത്. എന്തായാലും ഓൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇവർ വരുന്നത്. അങ്ങനെ ഓൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇത് അവർ കൊണ്ടുവന്ന ടീഷർട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ട്. ഇത് കൂടാണ്ട് ഒരു ടീഷർട്ട് ഒരു ഷർട്ടും കൂടി മേമ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൻ അതൊക്കെ ഇട്ട് നിന്നപ്പോൾ ഓനോട് അച്ഛൻ വന്നിട്ട് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് നിന്നതാ. അങ്ങനെ അത് വൻ കോമഡി ആയിരുന്നു. അച്ഛൻ വന്ന് ഞാനപ്പോൾ ഇവർ വരുന്നത് വീഡിയോ എടുക്കാം, ഇവർ ഡോറ് മുട്ടുമ്പോൾ ഓപ്പൺ ചെയ്യാന്നുള്ള രീതിയിൽ ഡോർ അടച്ച് വെച്ചതാ. അച്ഛൻ പോയി ഡോറ് തുറന്നു മുമ്പിൽ തന്നെ ഇവരായിരുന്നു. പക്ഷെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇവർ 2 സൈഡിലേക്ക് ഓടി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവരകത്തേക്ക് കയറി വന്നത്. നവി ശരിക്കും സർപ്രൈസ് ആയിന്. ഇവരാരും വരുന്നോ തീരെ പ്രതീക്ഷിച്ചിട്ടായില്ല. മേമേനെ കണ്ടപ്പോൾ തന്നെ ഓൻ ആദ്യം ഞെട്ടി. എന്നുവെച്ചാൽ ചന്തുവിന് ഓൻ ഈവനിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ വേറെ ഭാഗത്തേക്ക് പോയോണ്ട് ഇവൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവൻ വരുന്നു. അപ്പോൾ ഓൻ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റാണ്. ഒരു വൈറ്റ് കളർ ഷർട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓൻ ഇട്ടിട്ടും നല്ലോണം ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൻ്റെ മുഖത്ത് ആ ഒരു നല്ല സർപ്രൈസ് ആയ ഒരു ഇത് കാണാൻ നല്ലോണം ഉണ്ട്. ഇവരെ 2 ആളെ കൂടാണ്ട് ഇവൻ്റെ കൂടെ വേറെ നാട്ടിലുള്ളൊരു 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവനിങ്ങനെ എൻ്റെ ഇടയ്ക്ക് അമ്മേൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് പറയായിരുന്നു ഇവരെ 2 ആളെ മാത്രം വിളിച്ചിട്ട് അവരെ വിളിച്ചില്ലല്ലോ, മോശമായി പോവില്ലേ, അവരിനിപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ അവരെന്താ വിചാരിക്കുക, ഇനിയിപ്പോൾ അവർക്ക് നാളെ തന്നെ വേറെ ട്രീറ്റ് കൊടുക്കാമെന്നൊക്കെ പറയായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും കാര്യം അറിയാം, ചന്തുവിനോട് എന്നോട് ഇവൻ പറയുന്നുണ്ടായത്. അപ്പം നമ്മൾ 2 ആൾ അയ്യോ എന്നാൽ പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരോട് പറഞ്ഞേക്ക് ചേച്ചി അമ്മയെ വിളിച്ചത് അവരൊക്കെ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുൾ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം തന്നെ ഇവരും കയറി വന്നിന്. ഇവരെയും കൂടി കണ്ടപ്പം പിന്നെ ഓൻ ഒന്നും പറയേണ്ട, ഓനൊരു 100% എബവ് ഓൻ ഹാപ്പി ആയിരുന്നു. അത് ഓൻ്റെ മുഖത്ത് തന്നെ കാണാനുണ്ടായിരുന്നു. ഇവൻ അങ്ങനെ എന്താ സർപ്രൈസ് ആയിക്കാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ട് അങ്ങനെ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരാളൊന്നല്ല. പക്ഷേ ഇവരെയൊക്കെ കൂടി കണ്ടപ്പോൾ ഓൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. നമ്മളിങ്ങനെ ഒരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യുന്നേ ഓൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ സന്ദീപ് മാമനും കൂടി വന്നിട്ടുണ്ടായി, അച്ഛൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇവർ മേമയും ചന്തു ആയിരുന്നു കേക്ക് കൊണ്ടുവന്നത്. സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കും യൂട്യൂബിലിടുന്ന അറിയുന്നതുകൊണ്ട് എല്ലാവർക്കും വരാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ നവി പിന്നെ ചീത്തയൊക്കെ പറഞ്ഞ് എല്ലാവരെയും പിടിച്ച് നിർത്തി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്.
അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കേക്കൊക്കെ നമ്മളപ്പം തന്നെ എല്ലാവരും കൂടി കഴിച്ച് തീർത്ത് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. പിന്നെ ഇവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്മാർട്ട് വാച്ച് ആയിരുന്നു ഫാസ്റ്റ് ട്രാക്കിൻ്റെ. അപ്പോൾ ഇതൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഓനിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു പൊളിച്ചു നോക്ക്, നമുക്കിപ്പം തന്നെ വീഡിയോ എല്ലാം കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓൻ അങ്ങനെ ഓപ്പൺ ചെയ്യാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫുഡിൻ്റെ പരിപാടി നോക്കാൻ തുടങ്ങി. ഫുഡ് കഴിക്കേണ്ടിയിട്ട് എല്ലാവർക്കും. അപ്പം മേമ പപ്പടം കാച്ചുന്നുണ്ട്. അമ്മ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദമ്മൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അമ്മ ബിരിയാണിയൊക്കെ പ്ലേറ്റിലേക്കൊക്കെ ആക്കുകയാണ്. ആദ്യം നവീൻ്റെ ഫ്രണ്ട്സിനെ ഇരുത്തിയിട്ടുണ്ടായത്. അങ്ങനെ അവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് അവരും നല്ല ഹാപ്പിയായെന്ന് നവീനോട് പറഞ്ഞ്. അവരും ഇങ്ങനെ ഒരു കാര്യമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളൊരു പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്ത് ഇവരൊക്കെ വിളിച്ചപ്പോൾ അവർക്കും നല്ല സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളും ഫുഡ് കഴിക്കേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിന്. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.